ഹലോ, വൺസ് അഗൈൻ ഐ ആം ബാക്ക്. ഒരു വീഡിയോ കണ്ടതിന് ആലോചിച്ചിരിക്കുമ്പോഴാണ് എന്നാൽ പിന്നെ ചായ അടിച്ചിട്ട് ആലോചിക്കാമെന്നും പറഞ്ഞിട്ട് കസിൻ്റെ വരം. കേട്ട പതി കേൾക്കാതെ പതി ഞാൻ എടുത്തേക്ക് പറഞ്ഞു ചായക്കടി ഇല്ലാന്ന്. അപ്പം അതാ അടുത്തത് ചായപ്പൊടി ഇല്ലാന്ന്. ആര്? എൻ്റെ നാത്തൂൻ തന്നെ. എന്താല്ലേ ഞങ്ങൾ തമ്മിലുള്ളൊരു കെമിസ്ട്രി. ഒറ്റ വാക്കി പറഞ്ഞാൽ മടി, അത് തന്നെ സംഭവം. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല. അനിയനെ വിളിച്ചിട്ട് ചായ കുടിക്കാൻ പോയാലോന്ന് ചോദിക്കലും അവൻ ഡബിളൊക്കെ പറയലും ഒരുങ്ങി ഇറങ്ങലും ഒക്കെ പെട്ടെന്നായിരുന്നു. അങ്ങനെ നമ്മൾ ഉമ്മാനോടൊക്കെ ബൈ പറഞ്ഞിറങ്ങി. ഈവനിങ് ഇങ്ങനെ ഒരു കലാപരിപാടി പതിവുള്ള കാരണം ഉമ്മാക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നിയില്ല. പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ വയറ് ഫുള്ളാക്കുന്നതിന് മുന്നേ ഞങ്ങൾ വണ്ടി ഫുള്ളാക്കി, അല്ലേ പിന്നെ വഴി കിടക്കേണ്ടി വരും. ഞങ്ങൾ ഈ ഈവനിങ്ങിലൊക്കെ ഇടയ്ക്ക് പോകാറുള്ള കുറച്ച് സ്പോട്ടുകളുണ്ട്. അതിൽ രണ്ടിടത്തേക്കാണ് ഇന്നത്തെ യാത്ര. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം വീട്ടിൽ ചുമ്മാ ഇരിക്കലാണെങ്കിലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് പുറത്തു പോകുന്നത് നല്ലതാണ്. മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവും. സാധാരണ ഞങ്ങൾ ഉമ്മാരെ കൂട്ടിയാണ് ഈ കറങ്ങാൻ പോക്ക്. ഇന്ന് പിന്നെ എൻ്റെ വണ്ടി പണിയൊന്ന് വർക്ക്ഷോപ്പിൽ കയറ്റിയ കാരണം ഞങ്ങൾ അവർ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി. എൻ്റെ ഉമ്മ ഈ പിള്ളേരെക്കാട്ടിലും കഷ്ടം. എപ്പോൾ ഞാൻ വണ്ടി എടുത്തിറങ്ങിയാലും ആൾ ബാക്കിൽ ചാടി കയറിക്കോളും. ഈ പുറത്ത് പോകുന്നതൊക്കെ ആൾക്ക് ഭയങ്കര കാര്യം. ഇനി ബൈക്കിൽ മാത്രമല്ല കേട്ടോ, എവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും ആളങ്ങനെ തന്നെയാണ്. അത് എന്നെ ഒറ്റയ്ക്ക് വിടാനുള്ള മടി കൊണ്ടൊന്നുമല്ല, ആൾക്ക് പുറത്ത് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എക്സാമോ അല്ലെ വല്ല ഇൻ്റർവ്യൂസോ ഒക്കെ വരുന്ന ടൈമിൽ ആദ്യമേ ആൾ പറയും എവിടെ കാണുന്നുണ്ട് വേണ്ടില്ല ഞാനുണ്ട് കൂടെ എന്നുള്ളത്. ചില സമയത്ത് കൊണ്ടുപോയില്ലേ പരാതിയും പറയും. പക്ഷേ ഈ പരിഭവം പറച്ചിലും പരാതിയൊക്കെ ഉമ്മയുടെ 3 മക്കൾ എന്നോട് മാത്രമേ ഉമ്മ കാണിക്കാറുള്ളൂ എന്നതാണ് സത്യം. കാരണം ഉമ്മാക്കറിയാം ഞാൻ കൊണ്ടുപോകുന്നുള്ളത്. എന്തിനധികം പറയുന്നു, ഞാൻ പാസ്പോർട്ട് എടുക്കാൻ കൊടുത്തപ്പോൾ എനിക്ക് വേണം പാസ്പോർട്ടെന്നും പറഞ്ഞ് എൻ്റെ കൂടെ തന്നെ പാസ്പോർട്ട് എടുത്ത മുതലാണ് അത്. പക്ഷേ എനിക്കത് ഭയങ്കര അഭിമാനമുള്ള കാര്യം കേട്ടോ. എന്നാൽ ഈ പാസ്പോർട്ട് മാത്രം ഇപ്പോൾ എനിക്ക് പാരയായോ എന്നൊരു സംശയം ഇല്ലാതില്ല. കാരണം ഇടയ്ക്കൊക്കെ അതും പൊക്കി പിടിച്ച് റൂമിലോട്ടൊരു വരവുണ്ട്. വലിയ കടയിൽ പാസ്പോർട്ടൊക്കെ എടുത്തു, പക്ഷേ ഇതുവരെ എന്നെ ഫ്ലൈറ്റിലൊന്നും കൊണ്ടുപോയില്ല എന്നും പറഞ്ഞിട്ട്. പറയുമ്പോൾ പുള്ളിക്കാരൻ്റെ കെട്ടിയവനും മകനും, അതായത് എൻ്റെ തന്തപ്പിടിയും അനിയനും അബ്രോഡാണ് വർക്ക് ചെയ്യുന്നത്. എന്നിട്ടും അവരോട് പറയാതെ ഈ നാട്ടിൽ കിടക്കുന്ന എൻ്റെ അടുത്ത് വന്ന ഈ പരാതി. ഞങ്ങൾ 24 hours അടിയാണേലും ആൾ ഏറ്റവും കൂടുതൽ കംഫർട്ടായി നിൽക്കുന്നത് എൻ്റെ അടുത്താണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എന്തായാലും വേണ്ടില്ല, ഇൻഷാ അല്ലാഹ് ഉമ്മയുടെ ഈ ആഗ്രഹവും വൈകാതെ തന്നെ സാധിച്ചു കൊടുക്കണം. അല്ല, ഞാനിപ്പോൾ എന്ത് പറഞ്ഞാൽ തുടങ്ങി, എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ പ്രിയപ്പെട്ടവരെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 100 നാവായിരിക്കും. പറഞ്ഞ് എന്തായാലും നമ്മളിതാ ഫസ്റ്റ് സ്പോട്ടിലെത്തിയിട്ടു. ഇതാണ് ബിയ്യം. ഇവിടെ നല്ലൊരു അടിപൊളി തൂക്കുപാലുണ്ട്. അവിടെ നിന്ന് ഈ കായലിൻ്റെ ഭംഗി ഒന്ന് ആസ്വദിക്കുന്നത് അത് വേറൊരു ഫീലാണ്. പക്ഷേ ആ ഫീൽ എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല കേട്ടോ. കാരണം ഈ നാച്ചുറൽ ഭംഗിയൊക്കെ ആസ്വദിക്കുന്നവർക്ക് മാത്രമുള്ളതാണത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് പിക്സൊക്കെ എടുത്തു. അത് പിന്നെ സ്വാഭാവികം. അടുത്തതായി കപ്പിൾ ഫോട്ടോ സെക്ഷൻ. പിന്നെ അവിടെ നിന്ന് നമ്മൾ യാത്ര പറഞ്ഞിറങ്ങി. ഇനിയാണ് നമ്മുടെ മെയിൻ കണ്ടന്റ്, ചായ. അത് പറഞ്ഞാണല്ലോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇത് കർമ്മ റോഡ്, തിരൂരുകാർക്ക് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. ഇവിടെ നിന്നാണ് ഇന്നത്തെ നമ്മുടെ ചായ. ഇവിടെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഓരോ കാർണിവൽസും ഫെസ്റ്റിവൽസും ഒക്കെ പതിവായ കാരണം കൊണ്ട് തന്നെ ഞങ്ങളത് വലിയ മൈൻഡ് കൊടുത്തില്ല. നമ്മുടെ ഉദ്ദേശം ചായയാണല്ലോ. പക്ഷെ അങ്ങനെയല്ല. ചായ അന്വേഷിച്ച് പോകുമ്പോഴാണ് ദേ കാണുന്നു ഒരു ചോക്ലേറ്റ് ഫോർട്ട്. എന്നാൽ പിന്നെ ആദ്യം ഇവിടുന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഈ ഒരു ബ്രൗണിയിൽ ചോക്ലേറ്റ് ഒഴിച്ചിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ സംഭവം പൊളിയാണ്. ഈ ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ അടുത്തതായിട്ട് ഞങ്ങൾ വേറെ ഒന്നുകൂടി ട്രൈ ചെയ്തു, ഈ ഒരു സ്പ്രിംഗ് പൊട്ടറ്റോ. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. ഇതെൻ്റെ നാത്തൂൻ്റെ റെക്കമെൻഡേഷനാണ്. സാധാരണ ഫാമിലീസും ഫ്രണ്ട്സൊക്കെ ഈ സോപ്പും ക്രീമൊക്കെ റെക്കമെൻഡ് ചെയ്യുക, പക്ഷേ ഇവളെ റെക്കമെൻഡ് ചെയ്യുക ഫുഡാണ്. ഇനിയാണ് കാത്തിരിപ്പിൻ്റെ നാളുകൾ. ഇത് ഫ്രൈ ആവാൻ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഞാൻ ഈ കൊറിയൻ ഡ്രാമാസിലും സീരീസിലൊക്കെ കണ്ടിട്ടുള്ളൂ ഈ ഒരു സംഭവം. ഞാൻ ഒരുപാട് കാലമായിട്ട് ട്രൈ ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ഒരു മുതലാണ്. ഒരുപാട് വട്ടം ഞാൻ ഈ വഴി വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു സംഭവം ഞാൻ ഫസ്റ്റ് ടൈമാണ്. എന്ത് പറഞ്ഞാലും ഇവളുടെ റെക്കമെൻഡേഷൻ സൂപ്പറാണ്. സംഭവം അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഒറ്റ ബൈറ്റ്സിൽ എൻ്റെ ഫേവറേറ്റ് ഫുഡ് ലിസ്റ്റിൽ കയറി പറ്റി വന്നു. അറ്റ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്
നമ്മുടെ ചായയും പരിക്കടിയും എല്ലാം കഴിഞ്ഞ് പോകുന്ന വഴിക്ക് കഴിക്കാൻ കുറച്ച് ഉപ്പിലിട്ടതും പിന്നെ ഉമ്മാക്കുള്ള പാഴ്സൽ നമ്മൾ വേറെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ നമ്മൾ സൈനിങ് ഓഫ്.